വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ ഈ ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയോട് സംസാരിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ ബാത്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്, പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പം അത് കൺഫർമേഷൻ വരുവാണെങ്കിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന, നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ, അത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. കാരണം ഇവിടെ സ്വന്തം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നൊരമ്മ ഇങ്ങനൊരു സാഹചര്യത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്നിട്ട് അതിന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സെർച്ച് നടക്കുന്നത് തന്നെ. ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അതാണോ ഇനി വൈകിപ്പിച്ചെന്നറിയില്ല. എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞാണ് തുടങ്ങിയത്. അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഗവൺമെൻറ്റിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എത്ര സമയമെടുത്തിട്ടാണ് ഈ വണ്ടികൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയത്. അപ്പം അങ്ങനെ നമുക്കറിയാം, ബിൽഡിംഗ് വയലേഷൻ ഉണ്ടോ എന്ന് വരെ അന്വേഷിക്കണം. കാരണം ഒരു വണ്ടി പെട്ടെന്ന് കയറി വരാൻ ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടിയന്തരമായ ഒരു പുനർചിന്തനം സർക്കാർ നടത്തണം. ഇവിടുത്തെ HDC ഇതുവരെ കൂടിയിട്ടില്ല. 2 വർഷമായിട്ടെന്നാണ് അല്ലേ, 2.5 കൊല്ലമായിട്ട് HDC കൂടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. എക്സിക്യൂട്ടീവ് മാത്രം കൂടുന്നു, അതേസമയം HDC മൊത്തത്തിൽ കൂടുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ മാറ്റി അടിയന്തരമായി HDC വിളിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുവാണ്. സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഈ മെഡിക്കൽ കോളേജിൻ്റെ HDC അടിയന്തരമായി കൂടി ഇതിൻ്റെ വ്യവസ്ഥകൾ, സാഹചര്യങ്ങൾ, മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുവാൻ നിലപാടുണ്ടാകണം, തയ്യാറാവണം എന്ന് മാത്രമേ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ.